ലിയനാർഡോ ഡാവിഞ്ചി ലോകം കണ്ട ഏറ്റവും മികച്ച ചിത്രകാരന്മാരിൽ ഒരാൾ. മരിച്ച 500 വർഷങ്ങൾക്കിപ്പുറവും തന്റെ നിത്യവിസ്മയങ്ങളായ ചിത്രങ്ങളിലൂടെ ഇന്നും ജീവിക്കുന്നു. ഒരു ചിത്രകാരൻ എന്നതിലുപരി ശില്പി, വാസ്തുശില്പി, സംഗീത വിദഗ്ധൻ, എഞ്ചിനീയർ, അനാറ്റമിസ്റ്റ്, ജീവശാസ്ത്ര പ്രതിഭ, ഭൂഗർഭ ശാസ്ത്രജ്ഞൻ, ചരിത്രകാരൻ, ഭൂപട നിർമ്മാണ വിദഗ്ധൻ തുടങ്ങി നിരവധി മേഖലകളിൽ ഡാവിഞ്ചി തന്റെ പ്രാവീണ്യം തെളിയിച്ചിരുന്നു. ലിയനാർഡോ ഡി സാർപിയറോ ഡാവിഞ്ചി എന്നാണ് ഡാവിഞ്ചിയുടെ പൂർണ്ണമായ പേര്. 1452 ഏപ്രിൽ 15 ഇറ്റലിയിലെ ഫ്ലോറൻസ് പ്രവിശ്യയിലെ അഞ്ചാനോ എന്ന ഗ്രാമത്തിൽ ജനിച്ച ഡാവിഞ്ചി തന്റെ 67ാമത്തെ വയസ്സിൽ 1819 മെയ് 2 ഫ്ലോറൻസിലെ ക്ലോസ് ലൂസി കൊട്ടാരത്തിൽ വെച്ച് മരണമടഞ്ഞു. ഡാവിഞ്ചി എന്നത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ഇറ്റലിയിലെ വിഞ്ചിയെ സൂചിപ്പിക്കുന്നു. തന്റെ 5 വയസ്സുവരെ അമ്മയോടൊപ്പവും പിന്നീട് തന്റെ അച്ഛന്റെ മാതാപിതാക്കളുടെയും സഹോദരന്റെയും ഒപ്പം വിഞ്ചിയിലുമാണ് ഡാവിഞ്ചി ജീവിച്ചിരുന്നത്. അടിസ്ഥാന വായന, എഴുത്ത്, ഗണിതം എന്നിവയ്ക്കപ്പുറം ഔപചാരിക വിദ്യാഭ്യാസം ഡാവിഞ്ചിക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ പിതാവ് പിയറോ ഡാവിഞ്ചിയുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഡാവിഞ്ചിയുടെ 15ാമത്തെ വയസ്സിൽ ഫ്ലോറൻസിലെ പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ ആൻഡ്രിയ ഡെൽ വെറോക്കിയോയുടെ കീഴിൽ പരിശീലനത്തിന് അയച്ചു. ഫ്ലോറൻസിലെ ഏറ്റവും മികച്ച പണിപ്പുരകളിൽ ഒന്ന് വെറോക്കിയോയുടേതായിരുന്നു. ഡൊമിനിക്കോ ഗിർലാൻഡിയോ, സാൻഡ്രോ ബോട്ടിസെല്ലി, പെട്രോ പെറുജിനോ തുടങ്ങിയ പ്രശസ്തരായ ചിത്രകാരന്മാർ വെറോക്കിയോയുടെ കീഴിൽ അഭ്യസിക്കുകയോ സഹായിക്കുകയോ ചെയ്തവരാണ്. ഒരു പതിറ്റാണ്ടോളം വെറോക്കിയോയുടെ കീഴിൽ ഡാവിഞ്ചി തന്റെ ചിത്രരചന, ശില്പനിർമ്മാണ വിദ്യകൾ എന്നിവ പരിഷ്കരിക്കുകയും മെക്കാനിക്കൽ ആർട്സിൽ പരിശീലനം നേടുകയും ചെയ്തു. വെറോക്കിയോയുമായി ചേർന്ന് ഡാവിഞ്ചി വരച്ച ചിത്രമാണ് ദ ബാപ്റ്റിസം ഓഫ് ക്രൈസ്റ്റ്. ഈ ചിത്രത്തിൽ ഓയിൽ പെയിന്റിങ്ങിന്റെ പുതിയ ടെക്നിക്കുകൾ ഡാവിഞ്ചി ഉപയോഗിച്ചു. തന്റെ യുവശിഷ്യൻ വരച്ച മാലാഖയുടെ മനോഹാരിത കണ്ട വെറോക്കിയോ പിന്നീട് വരച്ചിട്ടില്ല എന്നാണ് ഡാവിഞ്ചിയുടെ ജീവചരിത്ര രചയിതാവാണ് വസാരി പറയുന്നത്. ഡാവിഞ്ചിയുടെ ആദ്യകാല ചിത്രമായി അറിയപ്പെടുന്നത് 1473 പേനയും മഷിയും ഉപയോഗിച്ച് വരച്ച അർണോ വാലിയാണ്. 1481 സാൻ ഡൊണാറ്റോ സ്കൊപ്പേറ്റോ മൊണാസ്ട്രിക്ക് വേണ്ടി വരച്ച ദ അഡോറേഷൻ ഓഫ് മേജായ് എന്ന പെയിന്റിങ്ങിലൂടെയാണ് ഡാവിഞ്ചി ഒരു സ്വതന്ത്ര ചിത്രകാരനാകുന്നത്. അക്കാലത്തെ ചിത്രകാരന്മാർ വെളുത്ത പശ്ചാത്തലമായിരുന്നു ചിത്രരചനയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഒരു പുതിയ ചിത്രകലാ രീതി ഡാവിഞ്ചി വികസിപ്പിച്ചെടുത്തു. ഇരുണ്ട പശ്ചാത്തലം ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ചു. ഇതൊരു ത്രിമാന പ്രതീതി ചിത്രത്തിലെ പ്രധാന വസ്തുവിന് നൽകി. പല നിഴലുകളുള്ള ഇരുണ്ട ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ പ്രഗത്ഭനായിരുന്നു ഡാവിഞ്ചി. ഡാവിഞ്ചി വരച്ച തന്റെ നിലവിലുള്ള ഒരേ ഒരു ഛായാചിത്രമാണിത്. 500 വർഷം പഴക്കമുള്ള ചുവന്ന ചോക്ക് കൊണ്ട് വരച്ച ഈ ഛായാചിത്രത്തിന് മാന്ത്രിക ശക്തി ഉണ്ടെന്നും ഈ ചിത്രത്തിൽ നോക്കുന്നവർക്ക് അത്ഭുത ശക്തി ലഭിക്കുമെന്നും പറയപ്പെടുന്നു. 2ാം ലോക മഹായുദ്ധ കാലത്ത് ഈ ചിത്രം ഹിറ്റ്ലറിന്റെയും നാസികളുടെയും കയ്യിൽ എത്തിപ്പെട്ട് ഹിറ്റ്ലറിന് കൂടുതൽ ശക്തി ലഭിക്കാതിരിക്കാൻ വേണ്ടി ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തി ഈ ചിത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിലവിൽ ഈ ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത് ടൂറിനിലെ റോയൽ ലൈബ്രറിയിലാണ്. അണ്ടർ കവർ ഓപ്പറേഷനിൽ റെഡ് ചോക്കിൽ നിർമ്മിതമായ ഈ ഛായാചിത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചുവെന്ന് വിദഗ്ധർ പറയുന്നു. അതിനാൽ വളരെ വിരളമായി ഈ ഛായാചിത്രം പ്രദർശനത്തിന് വെക്കാറുണ്ട്. ഡാവിഞ്ചിയുടെ വലിയ ചിത്രശേഖരത്തിൽ നിരവധി നൂതന കണ്ടുപിടുത്തങ്ങളുണ്ട്. അവയിൽ പലതും പിന്നീട് യാഥാർത്ഥ്യമാകപ്പെട്ടവയാണ്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളിൽ ചിലത് 15-16 നൂറ്റാണ്ടുകളിലെ ശ്രദ്ധേയ വ്യക്തികൾക്ക് വേണ്ടി ചെയ്ത പ്രോജക്റ്റുകളും മറ്റ് കണ്ടുപിടുത്തങ്ങൾ ഡാവിഞ്ചിയുടെ തന്നെ ജിജ്ഞാസയ്ക്ക് വേണ്ടി ചെയ്ത പരീക്ഷണ ആശയങ്ങളുമാണ്. ഡാവിഞ്ചിയാണ് ക്രിപ്റ്റെക്സ് കണ്ടുപിടിച്ചതെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഡാൻ ബ്രൗൺ എഴുതിയ പിന്നീട് സിനിമയായ ദ ഡാവിഞ്ചി കോഡ് എന്ന നോവലിൽ നിന്നുമാണ് ഈ അനുമാനങ്ങൾ ഉടലെടുക്കുന്നത്. ക്രിപ്റ്റെക്സ് രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ ഉപയോഗിക്കുന്നു. ഒരു പപ്പായറസ് സ്ക്രോളിൽ രഹസ്യങ്ങൾ എഴുതുന്നു. പപ്പായറസ് സ്ക്രോളിന് ചുറ്റും വിനാഗിരി നിറച്ച നേർത്ത ഗ്ലാസ് മൂടുപടമുണ്ട്. അതിനാൽ ആരെങ്കിലും ബലമായി ക്രിപ്റ്റെക്സ് തുറക്കാൻ ശ്രമിച്ചാൽ ഗ്ലാസ് മൂടുപടം പൊട്ടുകയും വിനാഗിരിയിൽ പപ്പായറസ് സ്ക്രോൾ അലിഞ്ഞു പോവുകയും രഹസ്യം എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യും. ക്രിപ്റ്റെക്സിലെ റൊട്ടേറ്റിംഗ് ഡിസ്കിൽ 5 അക്കമുള്ള പാസ്വേഡ് കൃത്യമായി വിന്യസിപ്പിച്ചാൽ മാത്രമേ ക്രിപ്റ്റെക്സ് തുറക്കുവാൻ സാധിക്കുകയുള്ളൂ. ശാസ്ത്രത്തിലും എഞ്ചിനീയറിംഗിലും ഡാവിഞ്ചി നടത്തിയ പഠനങ്ങൾ അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളെ പോലെ തന്നെ ശ്രദ്ധേയമാണ്. ഇവ 15,000 പേജുകളുള്ള കുറിപ്പുകളിലും ഡ്രോയിങ്ങുകളിലുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1480കളുടെ പകുതി മുതൽ മിലാനിലെ ഡ്യൂക്ക് ലുഡോവിക്കോ സ്ഫോർസിയുടെ കീഴിൽ മിലിറ്ററി നേവൽ എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുതലാകാം ഡാവിഞ്ചി തന്റെ ചിന്തകൾ കുറിപ്പുകളായി രേഖപ്പെടുത്തുവാൻ തുടങ്ങിയത്.
ഈ കുറിപ്പുകളിൽ താൻ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ മുതൽ പണം തരാനുള്ള ആളുകളുടെ ലിസ്റ്റുകൾ, വാർമിഷീനുകളുടെ ഘടനകൾ, തെരുവിൽ കണ്ട കൗതുകമുണർത്തിയ മുഖമുള്ള ആളുകളുടെ രേഖാചിത്രങ്ങൾ എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിലെ ഇറ്റാലിയൻ മിറർ ഇമേജിലാണ് ഡാവിഞ്ചി തന്റെ കുറിപ്പുകൾ എഴുതിയിരിക്കുന്നത്. ഡാവിഞ്ചി ഒരു ഇടംകയ്യനായിരുന്നു, അതുകൊണ്ട് വലതുനിന്ന് ഇടതോട്ട് എഴുതുന്നത് എളുപ്പമായിരുന്നിരിക്കണം. ഡാവിഞ്ചിയുടെ ജീവിതകാലത്ത് ഈ കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എങ്കിലും ഡാവിഞ്ചി തന്റെ മരണസമയത്ത് തന്റെ രചനകൾ പ്രധാനമായും അദ്ദേഹത്തിന്റെ ശിഷ്യനും അനന്തരാവകാശിയുമായ ഫ്രാൻസിസ്കോ മെൽസിക്ക് കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആവണം വിട്ടുകൊടുത്തത്. മെൽസി ഡാവിഞ്ചിയുടെ 18 പുസ്തകങ്ങളിൽ നിന്നും എ ട്രീറ്റൈസ് ഓൺ പെയിന്റിംഗ് എന്ന പ്രബന്ധത്തിനായി കുറിപ്പുകൾ ശേഖരിച്ചു. മെൽസിയുടെ ജീവിതകാലത്ത് പ്രസിദ്ധീകരണം നടന്നില്ല. മെൽസിയുടെ മരണശേഷം 60 വർഷങ്ങൾക്കിപ്പുറം 1632 ഫ്രാൻസിൽ ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. മെൽസിയുടെ പതിപ്പ് വത്തിക്കാൻ ലൈബ്രറിയിൽ വീണ്ടും കണ്ടെത്തിയതിനു ശേഷം ഈ കൃതി അതിന്റെ ആധുനിക രൂപത്തിൽ 1817 പ്രസിദ്ധീകരിച്ചു. ഡാവിഞ്ചിയുടെ നോട്ട്ബുക്കുകളിൽ ചിലത് വിൻസർ കൊട്ടാരത്തിലെ റോയൽ ലൈബ്രറി, പാരീസിലെ ലൂവ്രെ മ്യൂസിയം, ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം, സ്പെയിനിലെ നാഷണൽ ലൈബ്രറി, മിലാനിലെ ബിബ്ലിയോടെക്ക അംബ്രസിയാന, ഇംഗ്ലണ്ടിലെ ഹോൾഖാം ഹോൾ, ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട് എന്നിവിടങ്ങളിലും ജോൺ നിക്കോളാസ് ബ്രൗൺ, ലോബർട്ട് ലെയ്മാൻ എന്നിവരുടെ സ്വകാര്യ ഉടമസ്ഥതയിലുമാണ് ഉള്ളത്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഡാവിഞ്ചിയുടെ ഒരേയൊരു പ്രധാന ശാസ്ത്രകൃതിയാണ് കോഡെക്സ് ലിസസ്റ്റം. ബിൽഗേറ്റ്സിന്റെ ഉടമസ്ഥതയിലുള്ള ഈ നോട്ട്ബുക്ക് വർഷത്തിലൊരിക്കൽ ലോകത്തിലെ വിവിധ നഗരങ്ങളിൽ പ്രദർശിപ്പിക്കും. ഡാവിഞ്ചിയുടെ ജീവിതം തീർച്ചയായും പഠിക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതവും അതിശയകരമായ സൃഷ്ടികളും ആരുടെയും ജിജ്ഞാസ ഉണർത്തുന്നവയാണ്. 15,000 കണക്കിന് കയ്യെഴുത്ത് പ്രതികളാണ് ഡാവിഞ്ചി അവശേഷിപ്പിച്ചിരിക്കുന്നത്. ഡാവിഞ്ചി കോഡ് നിലവിലുണ്ടോ എന്ന് കണ്ടെത്താൻ ഗവേഷകർ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഡാവിഞ്ചിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ ശ്രമിക്കുന്നു. കാരണം ഡാവിഞ്ചി ഇന്നും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. യെസ്, ലിയനാർഡോ ഡാവിഞ്ചി, ഹി ഈസ് ദ മാൻ ബിയോണ്ട് ടൈം.